എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? നമ്മളും സുഖമായിരിക്കുന്നു. വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ കഴിഞ്ഞ ആ പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഉദയനൂർ ദേവി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ അവസാന ദിവസം കമ്പം കത്തിക്കൽ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ കമ്പം കത്തിക്കൽ കാണാൻ തന്നെ വളരെയധികം ആളുകൾ ഇങ്ങനെ വന്ന് കാത്തു നിൽക്കുകയാണ്. രാത്രി ഒരു 1:30-2 മണി വരെ ആളുകളെ കൊണ്ട് നിറഞ്ഞൊരു അവസ്ഥയായിരുന്നു. ഏതായാലും ഈ ആഘോഷങ്ങൾ കുറേ ദിവസത്തെ ആഘോഷത്തിന് ശേഷം ഏറ്റവും ഒടുവിൽ കമ്പം കത്തിച്ച് വലിയ രീതിയിൽ വെടിക്കെട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ആഘോഷിച്ചാണ് ഉത്സവം അവസാനിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഈ കമ്പം കത്തിക്കുന്നതിനകത്ത് പുറത്ത് നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുള്ള കെട്ടിയിട്ടുള്ളത്, പക്ഷേ ഉള്ളിൽ പച്ച ഇല വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലെ അറേഞ്ച്മെൻറ്റ്സ്. ഈ കമ്പത്തിന് മുകളിൽ വാഴക്കൊല, തേങ്ങ അടക്കമുള്ള പൂവ് അടക്കമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ ഈ കമ്പത്തിലേക്ക് തീ ഇങ്ങനെ എറിഞ്ഞ് അത് കത്തിച്ച് വരുന്ന ഒരു കാഴ്ച, അത് സത്യത്തിൽ കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വിദേശത്തേക്ക് ജോലിക്കും ഒക്കെ ആയിട്ട് പോയി നിൽക്കുന്നവരുണ്ടല്ലോ. അവരിൽ പലരും ഓപ്റ്റ് ചെയ്യുന്നൊരു കാര്യം, അവരുടെ വെക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അവർക്ക് ലീവൊക്കെ എടുത്ത് വരാൻ സാധിക്കുമെങ്കിൽ ഉത്സവ സമയത്ത് വീട്ടിലെത്തുക, നാട്ടിലെത്തുക, ഉത്സവങ്ങൾ ആഘോഷിക്കുക, അങ്ങനെയായിരിക്കും മിക്കവാറും എല്ലാവരും തന്നെ ശ്രമിക്കുന്നത്, അല്ലേ? ഏറ്റവും അധികം ഇത്തരത്തിലുള്ള നാട്ടിലെ ഉത്സവ കാഴ്ചകളും ഒരുമയും ആഘോഷങ്ങളും ഒക്കെ മിസ് ചെയ്യുന്നത് പ്രവാസികളായിട്ടുള്ള മലയാളികൾ തന്നെയായിരിക്കും. നമുക്ക് നമ്മുടെ നാട് വിട്ട് കഴിയുമ്പോഴാണ് ശരിക്കും പലപ്പോഴും എത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ ഈ ചെറുതും വലുതുമായിട്ടുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും എന്നൊക്കെയുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. ഏതായാലും കമ്പം കത്തിക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഓർക്കുന്നുണ്ടാവുമല്ലോ, അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം, കണ്ടു നോക്കുക. ആ ഒന്നാം ഭാഗത്തെ വീഡിയോയിൽ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത് വയലിൽ പോയി കറങ്ങി കാഴ്ചകൾ കണ്ട് മനോഹരമായ ലൈറ്റ്സ് ഉണ്ട്, അത് ആസ്വദിച്ചു. പിന്നെ അത്യാവശ്യം ക്രാക്കേഴ്സ് പൊട്ടിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ വലിയ ഹെവി ഫുഡൊന്നും അല്ല കേട്ടോ. വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കലായിരുന്നു പരിപാടി. കോൺ വേവിച്ചത്, അതുപോലെ തന്നെ ഓണിയൻ കണ്ടുള്ള ബജ്ജി, പിന്നെയോ പോപ്കോൺ കഴിച്ചു. പിന്നെ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇടാതിരുന്നൊരു കാര്യമുണ്ട്, ഷൂട്ട് ചെയ്തിട്ടില്ല. ഏറ്റവും ഒടുവിൽ രാത്രി 10:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കോഫിയൊക്കെ കുടിച്ചാഘോഷിച്ചിട്ടാണ് വീട്ടിലെത്തിയത്. അങ്ങനെ പിന്നെ തീർച്ചയായിട്ടും ഈ ഉത്സവപ്പറമ്പുകളിൽ കാണാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നല്ല മനോഹരമായിട്ടുള്ള കമ്മലുകൾ, വള, മാല, കുപ്പിവളകൾ, കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എല്ലാ കടകളുടെയും മുമ്പിൽ പോയി ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു എന്നുള്ളതല്ലാതെ കാര്യമായി ഭക്ഷണപ്രിയ ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാന ആസ്വാദനം. ഏതായാലും അതിൻ്റെ ബാക്കിയായിട്ടുള്ള കമ്പം കത്തിക്കൽ എന്ന് പറയുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉത്സവത്തിൽ സത്യത്തിൽ ഈ കമ്പം കത്തിക്കുന്നത് രാത്രി ഒരു 1:30-2 മണിയായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ. പക്ഷേ കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ വയലിൽ പോയി ആഹാരമൊക്കെ കഴിച്ചു വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ കമ്പം കത്തിക്കൽ. രാത്രി 1:30-2 മണി വരെയൊക്കെ ഇങ്ങനെ കാത്തിരിക്കാനുള്ള ക്ഷമ ഭയങ്കര കുറവാണ്. മാത്രമല്ല ഇത്രയും വൈകി നിങ്ങൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ടാവും, സ്ത്രീകൾ പൊതുവെ കുറവാണ്, ആണുങ്ങളാണ് കൂടുതലും ഈ 1:30-2 മണി സമയത്ത്
കമ്പം കത്തിക്കുന്ന ഇടത്തിൽ ഉണ്ടായിരുന്നത്. ഞാനും അത്രയ്ക്കങ്ങോട്ട് അത്രയും വൈകിട്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജസ്റ്റ് ഒന്ന് കണ്ടു എന്നുള്ളതല്ലാതെ ഒരുപാട് സമയം രാത്രി 1:30-2 മണി സമയത്ത് സ്പെൻഡ് ചെയ്യാൻ സ്വാഭാവികമായിട്ട് നമുക്ക് പരിമിതി ഉണ്ടാകുമല്ലോ. നമുക്ക് പരിമിതി എന്നല്ല, പല കാരണങ്ങൾ കൊണ്ടുള്ള പരിമിതി. ആരും ഈ രാത്രി സമയത്ത് പെണ്ണുങ്ങൾ ഇറങ്ങരുത് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇറങ്ങാൻ പാടില്ല എന്നുള്ളതുമല്ല. ഇതൊക്കെ നമുക്ക് കൂടി ആഘോഷിക്കാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ളതാണ്. ഏതായാലും ഈ കമ്പം കത്തിക്കൽ തുടങ്ങിയിട്ടുണ്ട്. കമ്പം കത്തിക്കൽ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ചുറ്റും ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ട്. ഈ കമ്പം കത്തിക്കലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിലധികം കമ്പങ്ങൾ പല സ്ഥലത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓരോ കമ്പം കത്തിച്ച് 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 ഏറ്റവും അവസാനമാണ് ഈ വലിയ കമ്പം കത്തിക്കുന്നത്. നമ്മൾ നേരത്തെ പോയില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ പോയി കണ്ട ആ വയലുണ്ടല്ലോ, ആ വയലിൻ്റെ ഒരു ഭാഗത്തും കമ്പമുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ദൃശ്യങ്ങൾ രാത്രി നമുക്ക് പകർത്താൻ സാധിച്ചില്ല. പക്ഷേ ഈ കമ്പം വളരെ സൗകര്യത്തോടുകൂടി പകർത്താൻ സാധിക്കുന്നതിൻ്റെ കാരണം, ഇത് എൻ്റെ വീടിനോട് വളരെ അടുത്താണ്. ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ 2 പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ആ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഈ കമ്പം ഒരുക്കിയിരുന്നത്. വലിയ കമ്പമാണ്. എത്രയോ ദിവസങ്ങൾ, ഒരാഴ്ചയിലധികം സമയമെടുത്തിട്ടാണ് ഈ കമ്പം ഇങ്ങനെ കെട്ടി ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് നേരെ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ കമ്പം കത്തിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സൗകര്യത്തോടു കൂടി ഇത് ഷൂട്ട് ചെയ്ത് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതും. അങ്ങനെ ആളുകളൊക്കെ വന്ന് ഈ കമ്പം കത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇതേ നിങ്ങൾ കാണുന്നില്ലേ, അവർ സെൽഫി എടുത്തും ഫോട്ടോ എടുത്തും ഒക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. സത്യത്തിൽ എത്രയോ ദിവസത്തെ വലിയ അധ്വാനമാണ് ഈ ഒരു കമ്പം ഒരുക്കാനായി. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ കമ്പം കത്തിക്കുമ്പോൾ അത് നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ ഒരു സംസ്ഥാനം, ഇവിടുത്തെ ഓരോ പ്രദേശത്തെയും ഉത്സവങ്ങളിൽ ഓരോ രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും ചൂട്, ഈ തീയുടെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കാനൊന്നും സാധിക്കുന്ന ചൂടല്ല, അത്രമാത്രം ചൂടാണ്. പക്ഷേ എങ്കിലും എനിക്ക് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണാൻ സാധിച്ചിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹം തോന്നി. പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന പ്രവാസികളൊക്കെ ഉണ്ടാവുമല്ലോ, 7-8 വർഷമൊക്കെ ആയിട്ട് നാട്ടിലേക്ക് വരാനും ഈ ഉത്സവം കാണാനും ഒന്നും പറ്റാതെ പോയിട്ടുള്ള അവർക്കൊരു ഓർമ്മപ്പെടുത്തലും അനുഭവവും ഒക്കെ ആവും ഈ കാഴ്ചകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ ഉത്സവ വിശേഷങ്ങൾ ഏതാണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ എത്തും കേട്ടോ, കാത്തിരിക്കണം.